സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഹരിശ്രീ ഗണപതായ നമഃ. വിഘ്നമസ്തു. ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയിൽ 8ാമത്തെ വരികളാണ്. സുധാസിന്ധോർമധ്യേ സുരവിടവിവാടി പരിവൃതേ മണിദ്വീപേ നിഭോ ഭവനവതീ ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ജേ പരമശിവപര്യങ്കനിലയാം ഭജന്തി ത്വം ധന്യാ കതിജന ചിന്താ ചിദാനന്ദലഹരീം. അതിനി അർത്ഥം പറയാം. അല്ലയോ മഹാദേവി, അമൃത സമുദ്രത്തിൻ്റെ നടുവിൽ കൽപ്പവൃക്ഷോദ്യാനത്താൽ ചുറ്റപ്പെട്ട രത്നദ്വീപിൽ കൽപ്പവൃക്ഷമാണ് അതിന് ചുറ്റപ്പെട്ട് കിടക്കുന്നതെന്നാണ് പറയുന്നത്. കടമ്പു വൃക്ഷങ്ങൾ കൊണ്ട് ആരാമത്തോടു കൂടിയ ചിന്താമണി ഗൃഹത്തിൽ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രേശ്വരന്മാരും ആഗ്നേയാദി 4 കോണുകളിൽ മുകളിലും താഴെയും സ്തംഭരൂപമായും മധ്യേ പുരുഷരൂപമായ 4 കാലുകളായിരിക്കുന്നതും ഉപരിഭാഗത്തിൽ സദാശിവൻ പലകയായി തീർന്നിരിക്കുന്നതുമായ മഞ്ചത്തിൽ പരമശിവനാകുന്ന മെത്തയിൽ സ്ഥിതി ചെയ്യുന്ന ജ്ഞാനാനന്ദ പ്രവാഹ രൂപിണിയായ നിൻതിരുവടിയെ ചില പുണ്യാത്മാക്കൾ ഭജിക്കുന്നു. അതേപ്പോഴാണ് ശ്രീചക്രത്തെ ഹൃദയകമലത്തിൽ ധ്യാനിച്ച് പൂജിച്ചാൽ ക്വാണൽ കാഞ്ചി സുധാ സിന്ധു എന്ന് പറഞ്ഞാൽ ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്ന രൂപത്തോടു കൂടി സന്ധ്യാപ്രസാദിനിയായ ദേവി, സന്ധ്യാസമയത്താണ് ദേവി വേഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. മഹാത്രിപുര സുന്ദരിയുടെ ഈ സ്ഥൂല രൂപം ഹൃദയകമലത്തിൽ ധ്യാനിക്കേണ്ടതാണ്. ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിക്കുക സന്ധ്യാസമയത്ത്. ശിവപര്യങ്ക നിലയാം എന്നതിൻ്റെ പരമശിവൻ്റെ പര്യങ്കത്തിൽ എന്നും അർത്ഥമുള്ളത് കൊണ്ട് ആകാര ഉകാര മകാര നാഭബിന്ദുവാത്മമായ പ്രണവത്താൽ പരമശിവനോട് ഐക്യമായി സ്ഥിതി ചെയ്യുന്നവൾ എന്ന് താല്പര്യം. ഇതാണ് പറഞ്ഞത്. പരമശിവൻ ആണ് കിടക്കായിട്ടിരിക്കുന്നതും ദേവി അതിൽ കിടക്കുകയാണ് ചെയ്യുന്നതും. നമ്മൾ സന്ധ്യാസമയത്ത് ദേവീനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ദേവി പ്രത്യക്ഷപ്പെടും എന്നാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. എൻ്റെ പേര് അനിത.